ഹലോ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു Q&A സെഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 ഇയർ മുന്നേ ഓസ്ട്രേലിയ PhD പറ്റി അല്ലെങ്കിൽ യൂറോപ്പിലെ PhD പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയുടെ താഴെ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഡൗട്ടുകൾ, ഓസ്ട്രേലിയ PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്കൊക്കെ വരുന്നുള്ള ഡൗട്ടുകൾ. അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ ഇതിനുള്ളിൽ കമന്റ്സിൽ വന്ന ഡൗട്ടുകളും അതുപോലെ നമ്മുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ച ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു Q&A സെഷനോട് വന്നേക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ PhD ഇൻ ഓസ്ട്രിയയുടെ വീഡിയോയുടെ താഴെയുള്ള കമന്റ്സിന് ആൻസർ കൊടുക്കാം. ഒരു കമന്റ് പറയുകയാണ്, യുവർ വീഡിയോ ഈസ് ഇൻഫർമേറ്റീവ്, താങ്ക് യു. ഐ എം എ മലയാളി സ്റ്റുഡൻറ് പെർസ്യൂയിങ് എ മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ്. I have a doubt. As a master's student in economics from India, can I pursue a PhD in Austria? തീർച്ചയായും എക്കണോമിക്സുകാർക്ക് ഇവിടെ വന്ന് PhD ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫോർ എക്സാമ്പിൾ വിയന്നയിൽ യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ചെയ്യാം. അല്ലെങ്കിൽ വിയന്ന യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക്സ് ഉണ്ട്, അവിടെ എക്കണോമിക്സിന് PhD ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ യോഹാനസ് കെപ്ലർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ വേറൊരു യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലുണ്ട്. ഇങ്ങനെ കുറച്ച് നല്ല യൂണിവേഴ്സിറ്റികളുണ്ട് എക്കണോമിക്സിന് PhD. ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി നല്ല മാർക്ക് വേണോ PGക്കൊക്കെ? അതായത് PhDക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് അവർ ട്രാൻസ്ക്രിപ്റ്റ് എന്തായാലും ചോദിക്കും. അപ്പോൾ അവർ മാർക്ക് നോക്കും, കാരണം PhDക്ക് ആകെ വളരെ കുറച്ച് സീറ്റ്സ് ആയിരിക്കുമല്ലോ ഉള്ളൂ. അപ്പോൾ അവർ അതൊന്ന് സോർട്ട് ചെയ്യുമ്പോഴത്തേക്കും മാർക്ക് കൂടുതലുള്ളവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നേരെ മറിച്ച് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നല്ല മാർക്ക് വേണോ, എത്ര പെർസെൻറ്റേജിന് മേലെ മാർക്ക് വേണം, 70% മേലെ വേണോ, 60 മേലെ വേണോ എന്നൊക്കെ. അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് മാർക്ക് ഒരു പ്രീ റിക്വിസിറ്റ് അല്ല. ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതായത് ഇത്ര പെർസെൻറ്റേജ് ഒന്നുമില്ല. ഇപ്പം ചില കോഴ്സസിനൊക്കെ ആയാലും ചിലപ്പോൾ ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കുള്ളൂ. അപ്പോൾ അവർ എന്തായാലും സോർട്ട് ചെയ്യുമ്പോഴത്തേക്കും മാർക്ക് കൂടുതലുള്ളവരാണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഇടുള്ളൂ. പിന്നെ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ നേരത്ത് കുറേ സീറ്റ്സ് ഉണ്ട്, അത്രയ്ക്ക് ആപ്ലിക്കേഷൻസ് ഒന്നും അവർക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അപ്പം മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പം എത്ര പെർസെൻറ്റേജ് മാർക്കുള്ളവർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നീട് ഇവിടെ മാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ എളുപ്പം നിങ്ങൾ ഏതാണോ ബാച്ചിലേഴ്സ് ചെയ്യുന്നത് അതിൻ്റെ റിലേറ്റഡ് കോഴ്സിന് മാസ്റ്റേഴ്സിനാണ് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുള്ളത്. മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുന്ന നേരത്ത് അവർ പ്രധാനമായിട്ട് നോക്കുന്നത് മാസ്റ്റേഴ്സിന് പഠിക്കേണ്ട കോഴ്സുകളൊക്കെ അവർക്ക് ബാച്ചിലേഴ്സിൽ അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പം റിലേറ്റഡ് കോഴ്സ് സെർച്ച് ചെയ്ത് അതിന് അപ്ലൈ ചെയ്യാൻ നോക്കുക. ബാച്ചിലേഴ്സ് ഒരെണ്ണത്തിലും മാസ്റ്റേഴ്സ് വേറെ ഒരെണ്ണത്തിലും ഇവിടെ വന്ന് ഓസ്ട്രേലിയ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ചാൻസസ് കുറവായിരിക്കും അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ അവർ പിന്നെയും കുറേ എക്സ്ട്രാ കോഴ്സസ് ഒക്കെ പഠിക്കേണ്ടി വരും ഈ മാസ്റ്റേഴ്സിലേക്ക് എൻറോൾ ചെയ്യാനായിട്ട്. പിന്നെ ഡിസ്റ്റന്റ് PhD ഓഫർ ചെയ്യുന്നുണ്ടോയെന്ന്, ഇതിനുള്ള ആൻസർ ഏതായാലും സയൻസ് സബ്ജക്ട്സിനൊന്നും ഡിസ്റ്റന്റ് PhD നടക്കൂല, കാരണം നമുക്ക് ലാബ് എക്സ്പെരിമെന്റ്സ് എന്തെങ്കിലും ഉണ്ടാവും. അതല്ലാണ്ട് വല്ല ലിറ്ററേച്ചർ അതിനൊക്കെയാണ് ഡിസ്റ്റന്റ് PhD ചിലപ്പോൾ ചാൻസ് ഉണ്ടായിരിക്കും. എന്നാലും എനിക്ക് ഓസ്ട്രേലിയ ഡിസ്റ്റന്റ് PhD പറ്റി അത്ര അറിവില്ല. അല്ലെങ്കിൽ PhD ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്നും ഇതിനെ പറ്റിയിട്ടും ഡൗട്ടുണ്ട്. പിന്നെ നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ PhD കിട്ടാൻ ടഫാണോ? ടഫ് അല്ല. നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലും PhD കൊടുക്കുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് അതിലേക്ക് അല്ലെങ്കിൽ ലിറ്ററേച്ചർ അതിലൊക്കെ PhD കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടെയൊക്കെ വരാലോ. പിന്നെ ഹൗ ടു ഫൈൻഡ് PhD വേക്കൻസീസ് ഇൻ ഓസ്ട്രിയ, ഒരു ലിങ്ക് ഉണ്ട് findaphd.com എന്ന് പറയുന്നത്. അതിൽ ഓസ്ട്രേലിയ മാത്രമല്ല യൂറോപ്പിലുള്ളതും യൂറോപ്പിൻ്റെ പുറത്തൊക്കെ ആയിട്ടുള്ള ഓപ്പൺ PhD കോഴ്സ് അതിനകത്ത് കാണും. ആ ലിങ്ക് എന്തായാലും ഈ വീഡിയോയുടെ താഴെയും കൊടുത്തേക്കാം. ഏജ് ലിമിറ്റ് ഉണ്ടോ? യെസ്, ഇത് കുറേ വരുന്നൊരു ചോദ്യമാണ്, ഏജ് ലിമിറ്റ് ഉണ്ടോ. അതുപോലെ തന്നെ ഏജിൻ്റെ കാര്യം PhDക്ക് അവർ പറയുന്നില്ല. എന്നാൽ പോലും അവർ ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 23 വയസ്സാവും. 25-26 വയസ്സിന് ഉള്ളവരെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്, യങ് ആയിട്ടുള്ളവർ ഒന്ന് PhDക്ക് ജോയിൻ ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം യങ് ആയിട്ടുള്ളവർ ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ ഒരു പ്രായം കൂടിയവർക്കും കൂടിയവരും അങ്ങനെ തന്നെയാണ്. എന്നാൽ പോലും എന്തോ യങ് ആയിട്ട് വരുമ്പോഴത്തേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഇപ്പം എൻ്റെ കൂടെയൊക്കെയാലും ഞാൻ PhD സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 24 വയസ്സ്, പക്ഷേ 28-29 വയസ്സൊക്കെ ഉള്ളവർ PhD എൻ്റെ കൂടെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻസ് അല്ല, ഇവിടെ ഓസ്ട്രേലിയൻസ്. ഏജ് ഒരു ഫാക്ടർ അല്ല, പക്ഷെ ഒരുപാട് ഏജ് ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം ജോലി ചെയ്തു എന്നിട്ട് PhD എടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ഇവർക്ക് അത്ര കൺവിൻസിങ് ആയിരിക്കത്തില്ല. അവർ വിചാരിക്കും എന്തുകൊണ്ട് ഈ നേരത്തെ 10 വർഷം നിങ്ങൾ എന്തുകൊണ്ട് PhDനെ പറ്റി ആലോചിച്ചില്ല. എനിക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ വരെ സെലക്ട് ആവുമായിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് അവർക്ക് കൺവിൻസിങ് ആയിരിക്കണം, എന്തെങ്കിലുമൊക്കെ റീസൺ വേണം. അല്ലെങ്കിൽ ഒരു റിസർച്ച് റിലേറ്റഡ്
ആണ് വർക്ക് ചെയ്തതെങ്കിൽ ഓക്കെ. പക്ഷെ അതല്ലാതെ ഒരു വർക്കൊക്കെ കുറേ കമ്പനിയിലൊക്കെ ചെയ്തിട്ട് പിന്നെ 10 വർഷം കഴിഞ്ഞ് PhDക്ക് പിന്നെ ഏജും കുടുംബത്തേക്ക് അത്ര കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇന്റർവ്യൂ വരെ കിട്ടും, ഇന്റർവ്യൂവിൽ നിങ്ങൾ കൺവിൻസ് ചെയ്തെടുക്കണം. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് എൻ്റെ കൂടെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ടായിരുന്നു. ആൾക്ക് 35-37 വയസ്സായിരുന്നു. 10 വർഷത്തോളം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തു. കൂടെ കുറച്ച് പേപ്പേഴ്സും പബ്ലിഷ് ചെയ്തു. എന്നാൽ പോലും കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എന്നാൽ പോലും കിട്ടിയില്ല. പക്ഷെ പിന്നീട് ഇങ്ങനെ എൻ്റെ സൂപ്പർവൈസറിനോടൊക്കെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, അവരത്രയ്ക്ക് ഇത്രയും ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് ജോലി ചെയ്തിട്ട് പിന്നെ റിസർച്ചിലേക്ക് അവരത്ര അങ്ങ് എൻ്റർടൈൻ ചെയ്യലെന്നല്ല, അത്ര അതിലും യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ എടുക്കാനായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇതൊക്കെ ഓരോരുത്തരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ ഏജ് ഒരു ഫാക്ടറൊന്നും അല്ല. നല്ലൊരു PhD ചെയ്യാനുള്ളവർ അധികം ഗ്യാപ്പ് എടുക്കാതെ ചെയ്യുക. പിന്നെ മാസ്റ്റേഴ്സിനെ പറ്റിയിട്ടൊരു ചോദ്യമാണ്, മാസ്റ്റേഴ്സിന് സ്പൗസ് വിസ ഉണ്ടോ ഓസ്ട്രേലിയയിൽ? ഇത് കുറേ പേര് ചോദിച്ച കാര്യമാണ്. യെസ്, മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവർക്ക് സ്പൗസ് വിസ ഉണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് സ്പൗസിനെയും കൊണ്ട് വരാം, കുട്ടിയുണ്ടെങ്കിൽ കുട്ടീനെയും കൊണ്ട് വരാം. ആദ്യ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിസ എടുക്കാൻ പോകുമ്പോൾ ഫാമിലി ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 24 lakhs അക്കൗണ്ടിൽ കാണിക്കണം. കുട്ടി ഉണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും ഇത്ര വെച്ച് 2 ലക്ഷം വെച്ച് അഡീഷൻ അങ്ങനെ അക്കൗണ്ടിൽ കാണിക്കണം. അതല്ലാണ്ട് പിന്നെ നിങ്ങൾ അക്കോമഡേഷനൊക്കെ കാണിക്കണം. അങ്ങനെ കുട്ടിക്കും സ്പൗസിനും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഒരുമിച്ച് വരാം, വിസ കിട്ടും. പക്ഷേ ഒരു വിസ ക്വാളിഫൈ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിസ കിട്ടും. അല്ല, മാസ്റ്റേഴ്സിന് സ്റ്റുഡൻസിന് സ്പൗസ് വിസ അലൗഡ് ആണ്. ഫാമിലിയെ കൊണ്ടുവരാം, കുട്ടീനെ കൊണ്ടുവരാം. അങ്ങനെ സ്റ്റുഡൻറ്റിന് ഇവിടെ ആക്ച്വലി 20 hours ആണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റുഡൻസിൻ്റെ സ്പൗസിന് ഫുൾ ടൈം വേണമെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻസിന് ഇവിടെ മാസ്റ്റേഴ്സ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരുമിച്ച് പോയി എംബസി പോയി അപ്ലൈ ചെയ്യാം ഒരുമിച്ച് വരാനായിട്ട്. അല്ലെങ്കിൽ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞു 6 മാസം കഴിഞ്ഞു ഇവിടുത്തെ ഒരു റെസിഡൻസ് കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഫാമിലിനെയും കൊണ്ടുവരാം. അങ്ങനത്തെ ഓപ്ഷനും അവൈലബിൾ ആണ്. മൈ വൈഫ് ഈസ് പ്ലാനിങ് ടു ഡു M.Pharm. ക്യാൻ ഷീ കം വിത്ത് ഹസ്ബൻഡ് ആൻഡ് 1 kid? യെസ്, വരാൻ പറ്റും. M.Pharm മാസ്റ്റേഴ്സ് ആണല്ലോ, അപ്പോൾ ഹസ്ബൻഡിനെയും കുട്ടിയെയും കൊണ്ട് വരാൻ പറ്റും. പിന്നെ കുറെ പേര് വെരി യൂസ്ഫുൾ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്. മാസ്റ്റേഴ്സ് അഡ്മിഷൻ കിട്ടാൻ എത്ര % വേണം അപ്ലൈ ചെയ്യാൻ? അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഇവിടെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇത്ര % എന്ന് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. വേറൊരാൾ ചോദിച്ചേക്കുന്നത്, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ M.Tech ബൈ 2015. During these days I am working as a assistant professor. Can I apply for a PhD there? Yeah, PhDക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും ആ ഒരു അക്കാഡമിക് രീതിയിലാണല്ലോ നിന്നത്. അപ്പം അത് കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് 10 വർഷമൊക്കെ ഇൻഡസ്ട്രിയിൽ, അതായത് അക്കാഡമിയുടെ പുറത്ത് ജോലി ചെയ്തിട്ട് പിന്നെ അക്കാഡമിക്സിലേക്ക് വരുന്നവർക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവർ വെച്ചേക്കുന്നില്ല. അത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റിൽ അക്കാഡമി തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാം, എന്തായാലും അപ്ലൈ ചെയ്യാം, ചാൻസസും ഉണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചേക്കുന്നത്, UK മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഓസ്ട്രേലിയയിൽ PhD ഓഫേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? യെസ്, ചാൻസ് ഉണ്ടല്ലോ. ഏത് സൈറ്റ് വഴിയാണ് PhD കോഴ്സസ് നല്ല യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് പറയുമോ? ഞാൻ findaphd.com. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിൽ PhD ഓഫർ ഉണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി നോക്കുക, യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇവിടെ ഓസ്ട്രേലിയയിലുള്ള എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസും നല്ല യൂണിവേഴ്സിറ്റീസാണ്. നല്ല ഫെസിലിറ്റീസ് ഉള്ള, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, നല്ല സ്റ്റുഡൻറ് ലൈഫ് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസാണ്. ക്യാമ്പസ് ലൈഫും ഒക്കെ നല്ലതാണ്. പിന്നെ നല്ലത് ചീത്താന്നൊന്നുമില്ല, എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസും നല്ലതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഐ കംപ്ലീറ്റഡ് മൈ MA B.Ed, want to pursue my PhD degree in English. Can you help me to find out admission in your college? Is there an age limit? Kindly let me know. എൻ്റെ കോളേജിൽ പറ്റില്ല, കാരണം എൻ്റെ കോളേജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ് PhD ഉള്ളൂ. മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് അല്ലാതെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാസ്, യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന, ഇവിടെയൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ ഒരു ചോദ്യം, ഓസ്ട്രേലിയയിൽ പെയ്ഡ് ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണോ? MSc കെമിസ്ട്രി കഴിഞ്ഞതാണോ ചേച്ചി? ഫ്രഷറാണ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓസ്ട്രേലിയ ബെറ്റർ ഓപ്ഷൻ ആണോ കെമിസ്ട്രിക്ക്? ഓസ്ട്രേലിയ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഭയങ്കര നല്ലതാണ്. കുറേ ഫാർമ ഇൻഡസ്ട്രീസ് ഉണ്ട്, ഓസ്ട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്. അതല്ലാതെ ഇന്റർനാഷണൽ കമ്പനീസ് കുറേ ഉണ്ട്, നോവാർട്ടിസ്, മെർക്ക്, അങ്ങനെ ഓസ്ട്രേലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് കുറേ ഉണ്ട്. അവിടെയൊക്കെ ജോലിക്കും ചാൻസസ് ഉണ്ട്. പക്ഷേ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ കുറേ ജോലിയൊക്കെ ജർമ്മൻ്റെ ഒരു ആവശ്യം അവർ പറയുന്നുണ്ട്. കുറേ റോൾസിനൊക്കെ ഇപ്പോൾ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ജോലിക്കൊക്കെ ഒരു ജർമ്മൻ ഫ്ലുവൻസി പറയുന്നുണ്ട്. ജർമ്മൻ ഇല്ലാത്ത ജോലികളും
ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുണ്ട്. എന്നാലും ഫാർമ കമ്പനികൾ എപ്പോഴും കോൺസ്റ്റന്റ്ലി ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ പെയ്ഡ് ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണ്. ഈ കമ്പനിക്കാരും അതുപോലെ തന്നെ മെർക്ക്, ബോറിംഗർ, നോവാർട്ടിസ് ഇവരൊക്കെ പെയ്ഡ് ഇന്റേൺഷിപ്പും മാസ്റ്റേഴ്സ് പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഇൻഡസ്ട്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ ജോലിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഇന്റേൺഷിപ്പൊക്കെ തന്നെ കുറേ ഇംഗ്ലീഷിലുള്ള ഇന്റേൺഷിപ്പ് കുറേ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇൻഡസ്ട്രി അല്ലാതെ യൂണിവേഴ്സിറ്റീസും കൊടുക്കുന്നുണ്ട് പെയ്ഡ് ഇന്റേൺഷിപ്പ്. ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. ഓരോ കമ്പനി വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഇൻ കെമിസ്ട്രി ഓർ എന്തെങ്കിലും പർട്ടിക്കുലർ ഫീൽഡ് ഇൻ കെമിസ്ട്രിയിലാണെങ്കിൽ കെമിസ്ട്രി ഓസ്ട്രിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിളിൽ ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്ലിക്കേഷൻ റിലേറ്റഡ് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അതെന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഇടയിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് നമുക്ക് മെസ്സേജ് DM ചെയ്ത് വെച്ചാൽ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും പറ്റാവുന്ന പോലെയൊക്കെ. ഇനി ഇപ്പോൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന കുറേ ക്വയറീസിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് കുറേ വരുന്നുണ്ട്, കുറേ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര താല്പര്യത്തോടെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ളൊരു കോമൺ ആൻസറാണിത്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുമോ? അതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് പറ്റും. പിന്നെ സ്റ്റുഡൻസിനോട് വന്നിട്ട് പാർട്ട് ടൈം ജോബ്സ്. പാർട്ട് ടൈം ജോബ്സ് സ്റ്റുഡൻസിന് 20 hours പാർട്ട് ടൈം ജോബ് ചെയ്യാം. ഇപ്പോൾ 25 hours വരെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് സ്പെഷ്യൽ കേസസിൽ. പക്ഷേ 20 hours എന്തായാലും ചെയ്യാം. നിങ്ങൾക്ക് ഡെലിവറി ജോബ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചില കമ്പനികളും ചിലപ്പോൾ 20 hours ജോബ്സ് ഓഫർ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കുന്ന കുറച്ച് ആൾക്കാർ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് 2 വർഷം ജോലി ചെയ്തിട്ടൊക്കെ മാസ്റ്റേഴ്സ് വരുന്നവർക്കൊക്കെ കമ്പനികളിൽ കുറേ സോഫ്റ്റ്വെയർ കമ്പനി അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനി ഇവിടെയൊക്കെയാലും പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചോദിക്കുന്നത് ഇവിടുത്തെ ട്യൂഷൻ ഫീസൊക്കെ എത്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓസ്ട്രേലിയയിൽ വളരെ കുറവാണ് ട്യൂഷൻ ഫീസ് ബാക്കിയുള്ള കൺട്രീസ് വെച്ച് നോക്കുവാണെങ്കിൽ. അതായത് തേർഡ് നാഷണൽസ്, നോൺ യൂറോപ്യൻസിന് ഒരു സെമസ്റ്ററിൽ വരുന്ന ഫീസ് ഏകദേശം 760, 780 ആ ഒരു റേഞ്ചിലാണ് യൂറോസ് ഓരോ സെമസ്റ്ററിലും. പിന്നെ ഓസ്ട്രേലിയനെ പറ്റിയിട്ട് പാർട്ട് ടൈം ജോബ്സ് കിട്ടാൻ എളുപ്പമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ അൺസ്കിൽഡ് ലേബേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് ഈ ഡെലിവറിയും റെസ്റ്റോറൻറ്റ് ക്ലീനിങ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയുള്ള എനിക്ക് അറിയാവുന്ന എല്ലാ സ്റ്റുഡൻസും തന്നെ പാർട്ട് ടൈം ജോബ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഓസ്ട്രിയ ജീവിക്കാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഓസ്ട്രിയ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ് ടു ലീവ് എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഇവിടെ വിയന്നയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് 3ാം തവണയും ലോകത്തിലെ ബെസ്റ്റ് ജീവിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സിറ്റീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഓസ്ട്രേലിയ വിയന്നയാണ്. അത് കണ്ടിന്യൂസ്ലി 3rd ടൈമിൻ്റെ റോയാണ് ഈ വർഷം കിട്ടിയേക്കുന്നത്. പിന്നെ നല്ല വെതറാണ്, അത്ര എക്സ്ട്രീം ക്ലൈമറ്റ് ഒന്നും ഇവിടെ ഇല്ല. അത് മെയിൻ സിറ്റീസിൽ എക്സ്ട്രീം വിൻ്ററോ എക്സ്ട്രീം സമ്മറോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ചില സമ്മറിൽ ചില വീക്സിലൊക്കെ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല വെതറാണ്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ ഭയങ്കര നല്ലതാണ്. ഇവിടെ വന്നിട്ട് എവിടെ പോകാനായാലും മെട്രോയും ട്രാമും ഒക്കെ ഉണ്ട്, ബസ്സും. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കാൻ നല്ലൊരു കൺട്രി തന്നെയാണ് ഓസ്ട്രിയ. പിന്നെ ചോദിക്കുന്നത് മാസ്റ്റേഴ്സിന് വരുന്നവർക്ക് പാർട്ട് ടൈം ജോബ്സ് കിട്ടാൻ എളുപ്പമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. അതിൽ ഒന്ന് മെയിൻലി വരുന്നത് വിയന്ന, ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും പാർട്ട് ടൈം ജോബിന്. രണ്ടാമത് വന്നിട്ട് ഗ്രാസ് സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. അതൊരു സ്റ്റുഡൻറ്റ് ഹബ് എന്ന് പറയും, കാരണം അവിടെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടെയും കുറേ ഉണ്ട്. പിന്നെ അതുപോലെ മെയിൻ സിറ്റീസ്, പിന്നെ വരുന്നത് ലിൻസ്, പിന്നെ വരുന്നത് ക്ലഗൻഫൂട്ട്, ഇൻസ്ബ്രുക്ക്. അതൊക്കെ ഓസ്ട്രേലിയ വേറെ അറ്റത്ത് കിടക്കുന്നതാണ്. അവിടേക്ക് ചാൻസ് ഉണ്ട്. എന്നാലും ചെറിയ സിറ്റി ആകുമ്പോഴത്തേക്കും അവസരങ്ങളും കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള നിങ്ങൾക്ക് ഇപ്പം ഗ്രാസ് കിട്ടുവാണെങ്കിൽ അതാണ് ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഗ്രാസിൽ അവസരങ്ങളും ഉണ്ട്, പിന്നെ ജീവിത ചെലവ് വിയന്നെ വെച്ച് കുറവാണ്. ഇപ്പോൾ വിയന്നയിൽ ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷന് 450 തുടങ്ങുന്നതെങ്കിൽ ഗ്രാസിൽ 300 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ഉണ്ട്. യൂറോ കണക്കാണ് പറയുന്നത്. വിയന്നെ കിട്ടുന്ന അവർലി വേജസും ഗ്രാസിൽ കിട്ടുന്ന അവർലി വേജസ് തമ്മിൽ 1-2 യൂറോ ഒക്കെ ആയിരിക്കും വിയന്നയിൽ എക്സ്ട്രാ ഉണ്ടായിരിക്കുക ഒരു പെർ അവറിന്. എന്നാൽ പോലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ചിലവെല്ലാം കഴിഞ്ഞ് കൂടുതലും സേവിങ്സോ അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ചുകൂടെയൊക്കെ ഒരു റിലാക്സ്ഡ് ലൈഫ് കിട്ടുന്നത് ഗ്രാസിലായിരിക്കും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രാസ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുക. അതല്ല ഇപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കോഴ്സ് നിങ്ങൾക്ക് പറ്റിയതാണല്ലോ എന്നാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിപ്പം വിയന്നയിലും ഗ്രാസിലും ഉണ്ടെങ്കിൽ ഗ്രാസ് പ്രിഫറൻസ് കൊടുക്കുക എന്ന് പറയും. പിന്നെ ജർമ്മൻ ലാംഗ്വേജിനെ പറ്റിയിട്ട് ഇംഗ്ലീഷിലുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഒരുപാടുണ്ട്. ഇപ്പോൾ ബാച്ചിലേഴ്സ് പഠിക്കാൻ ആയിട്ട് ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് ബാച്ചിലേഴ്സ് ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ അങ്ങനെ ബാച്ചിലേഴ്സിലുള്ളൂ.
പിന്നെ ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവരാണെങ്കിൽ പോലും ഒരു ജർമ്മൻ ഒരു A1 ഒക്കെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ലതാണ്. ഇവിടെ ഇപ്പം ഇംഗ്ലീഷ് മാത്രം മതിയെങ്കിലും ജർമ്മൻ അറിയാമെങ്കിൽ നമുക്കിവിടെ ജീവിക്കാനും ഇവിടെ സോഷ്യലൈസ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിലും അല്ല, ഇപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ഓഫീസ്, ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് ജർമ്മൻ ആയിരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്, ഓൾദോ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും. അപ്പോൾ ജോലി കിട്ടാനും എളുപ്പം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വേക്കൻസിലേക്ക് 2 ആപ്ലിക്കേഷൻ, ഒരാൾക്ക് ജർമ്മൻ അറിയാം ഒരാൾക്ക് ജർമ്മൻ അറിയില്ലെങ്കിൽ ഒബ്വിയസ്ലി അവർ ജർമ്മൻ അറിയുന്ന ആൾക്കാരായിരിക്കും പ്രിഫർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ജർമ്മനൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഈ ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലോ അങ്ങനെയൊക്കെ കുറച്ചൊരു ബേസിക് ജർമ്മനൊക്കെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇവിടെ വന്നിട്ട് പഠിക്കാം. കാരണം ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് കോഴ്സസിന്, നാട്ടിൽ കുറവാണ്. പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസ് ചിലപ്പം ചെറിയ പൈസക്കൊക്കെ ജർമ്മൻ കോഴ്സൊക്കെ ഓഫർ ചെയ്യും. ഇത് കൂടാണ്ട് സംശയങ്ങൾ വരുന്നത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. വിസയ്ക്കുള്ള ചെക്ക് ലിസ്റ്റ് കുറേ ഉണ്ട്, അതെല്ലാം മീറ്റ് ചെയ്തെങ്കിലാണ് വിസ കിട്ടത്തുള്ളൂ. അപ്പോൾ വിസയ്ക്ക് വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഓസ്ട്രിയൻ എംബസി, ഇന്ത്യയിലുള്ള ഓസ്ട്രിയൻ എംബസി ന്യൂഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ഇമെയിൽ അയച്ച് മാത്രമാണ് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇമെയിൽ അയച്ച് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് അവിടെ ചെന്ന് നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യണം. എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 2 to 3 മാസം എടുക്കും അതിന് പ്രോസസ്സിങ് ടൈം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കും. നിങ്ങൾക്ക് നമ്മൾ ആക്ച്വലി റെസിഡൻസ് പെർമിറ്റിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പോയി അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഒരു 3 മാസം കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇനി റെസിഡൻസ് പെർമിറ്റ് കിട്ടാനായിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ VFSC പോയിട്ട് വിസ എടുക്കണം. വിസ D ആണ് നോർമലി എടുക്കുന്നത്, 6 മാസത്തേക്കുള്ള വിസ. അത് പോയി VFSC എടുത്തിട്ട് നമ്മൾ ഓസ്ട്രേലിയ ലാൻഡ് ചെയ്തിട്ട് ഓസ്ട്രേലിയ എത്തിയിട്ടാണ് റെസിഡൻസ് കാർഡ് കളക്ട് ചെയ്യുന്ന ഓഫീസുണ്ട്, ഇമിഗ്രേഷൻ ഓഫീസസ്. അപ്പോൾ ആ ഓഫീസിൽ പോയിട്ട് വേണം റെസിഡൻസ് കാർഡ് കളക്ട് ചെയ്യാനായിട്ട്. നിങ്ങളിപ്പോൾ ഡൽഹിയിൽ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്ച്വലി റെസിഡൻസ് കാർഡ് അല്ല കയ്യിലേക്ക് കിട്ടുന്നത്. റെസിഡൻസ് കാർഡ് കിട്ടിയെന്ന് നിങ്ങൾ അറിയിച്ചിട്ട് നിങ്ങൾ വിസ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് വേണം റെസിഡൻസ് കാർഡ് കളക്ട് ചെയ്യാനായിട്ട്, 1 വർഷത്തേക്കുള്ള കാർഡ് കളക്ട് ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മാസ്റ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ ടൈം എപ്പോഴാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്റേഴ്സിന്റെ പോലെ തന്നെ PhDയുടെ ആപ്ലിക്കേഷൻ ടൈമിന്റെ കാര്യം 1 വർഷം 2 പ്രാവശ്യമാണ് ഓപ്പൺ ആക്കുക, ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസ് തന്നെ. ചില കോഴ്സസ് ഉണ്ട് എക്സെപ്ഷൻ, എന്നാലും ഞാനൊരു ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. 1 വർഷത്തിൽ 2 പ്രാവശ്യം കോള് വരുന്നതാണ് മാസ്റ്റേഴ്സിനും PhDക്കും. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് 1 വർഷത്തിൽ അപ്ലൈ ചെയ്യാം. വിന്റർ സെമസ്റ്റർ തുടങ്ങുന്നത് October 1 അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഡെഡ് ലൈൻ പറയുന്നത് September 5 വരെയൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള സെമസ്റ്ററിലേക്ക്, അതായത് March 1 തുടങ്ങുന്ന സെമസ്റ്റർ, വേറെ സെമസ്റ്റർ ഉണ്ട്, സ്പ്രിംഗ് സെമസ്റ്റർ. September 5 കഴിഞ്ഞ് അപ്ലൈ ചെയ്യുമ്പോൾ ആ സെമസ്റ്ററിലേക്കുള്ള ആപ്ലിക്കേഷനാണ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ September 5 പറഞ്ഞാലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് നേരത്തെ അപ്ലൈ ചെയ്യാനാണ് എല്ലാ യൂണിവേഴ്സിറ്റീസും എൻകറേജ് ചെയ്യുള്ളൂ. കാരണം September 5 വരെ ഡെഡ്ലൈൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസിഡൻസ് കാർഡിന്, മാസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റിംഗ് പീരീഡ് ഏകദേശം ഒരു 3 months ഉണ്ട്. പക്ഷെ നമുക്കിവിടെ October 30 നമ്മൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ സെമസ്റ്ററിലേക്കുള്ള അഡ്മിഷൻ കിട്ടില്ല. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള സെമസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ September 5 ആണെങ്കിൽ പോലും നേരത്തെ തുടങ്ങുക. അതായത് ഇത് റോളിംഗ് അഡ്മിഷനാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും. അപ്പം September 5 കഴിഞ്ഞ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത സെമസ്റ്ററിലേക്കാണ്. അടുത്ത സെമസ്റ്ററിൽ March 1 ജോയിൻ ചെയ്യണമെങ്കിൽ February പകുതിയോടെ അഡ്മിഷൻ്റെ തീരും. എത്രയും നേരത്തെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ഇപ്പോൾ ഡെഡ് ലൈൻ കഴിഞ്ഞ് വരെ വെയിറ്റ് ചെയ്തിരിക്കില്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട്. ചിലപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4 weeksനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് വരും, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒക്ടോബറിന് വേണ്ടിയിട്ടുള്ള ഒരു സെമസ്റ്ററിലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു, റെസിഡൻസ് കാർഡിന് അൺയൂഷ്വൽ വെയിറ്റിംഗ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ October 30 മുന്നേ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മിക്ക യൂണിവേഴ്സിറ്റി തന്നെ നെക്സ്റ്റ് സെമസ്റ്ററിലായിട്ട് ജോയിൻ ചെയ്തോളൂ എന്നുള്ളൊരു ഓപ്ഷൻ തരും. അപ്പോൾ അങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പം ഇൻ കേസ് ഇപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് ശരിയായി, ഇപ്പോൾ September ആയി അല്ലെങ്കിൽ ഇപ്പോൾ August ആയി, ഇപ്പോൾ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അപ്ലൈ ചെയ്തിട്ട് ഈ സെമസ്റ്ററിലായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലായിരിക്കും, ടൈമിലായിരിക്കും. എന്നാൽ പോലും നെക്സ്റ്റ് സെമസ്റ്ററിലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർക്കൊന്ന് ഡൗട്ടാണ്, അപ്പോൾ ഒരു സെമസ്റ്റർ നമ്മുടെ മിസ്സായി പോകുന്നത്. ആക്ച്വലി അങ്ങനെയല്ല, നമ്മൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ. എല്ലാ സെമസ്റ്ററിലും കുറേ കോഴ്സസ് ഉണ്ടായിരിക്കും, അതിൽ മാൻഡറ്ററി കോഴ്സസ്, ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് ഏതൊക്കെ ചൂസ് ചെയ്യണമെന്ന്. അല്ലാതെ നാട്ടിലെ കോളേജ് പോലെ ഒരു സെമസ്റ്റർ നമുക്ക് മിസ്സായി പോകത്തില്ല. വീണ്ടും പറയുന്നത്, നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 വർഷത്തേക്കുള്ള 4 സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് മിസ്സായി പോകുന്നില്ല. ഇത് ആക്ച്വലി മാസ്റ്റേഴ്സ് അഡ്മിഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. PhD അഡ്മിഷനും ഇതുപോലെ തന്നെ 2 സെമസ്റ്ററിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ PhDക്ക് നമ്മൾ ഡൽഹി പോയിട്ട്
ഡൽഹി എംബസിയിൽ നമ്മൾ റെസിഡൻസ് കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് വിസ എടുത്തിട്ട് ഇവിടെ വന്ന് റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ഇത് PhD-ക്കാരെ അത്രയും ബാധിക്കില്ല ഈ ഒരു ഡെഡ് ലൈൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെപ്റ്റംബർ 5 ഡെഡ് ലൈൻ എങ്കിൽ, PhD-ക്ക് അപ്ലൈ ചെയ്യേണ്ട ഡെഡ് ലൈൻ എങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് ഈ സെപ്റ്റംബർ 5 കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ എത്ര മുന്നേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 5 കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം മതി. നമുക്ക് പോയി വിസ 15 ഡേയ്സിനുള്ളിൽ കിട്ടും. വിസ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് റെസിഡൻസ് കാർഡ് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുന്നിടത്ത് അവർ ആദ്യമേ തന്നെ ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ അപ്പോസ്റ്റലിൽ ഉള്ള ഡോക്യുമെൻ്റ് ആണ് ചോദിക്കുന്നത്. നമ്മുടെ എല്ലാ ഇന്ത്യൻ ഡോക്യുമെൻറ്റ്സും അപ്പോസ്റ്റൽ ചെയ്യണം. അതായത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത്, പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ. അപ്പോൾ ഇപ്പം നോർമലി യൂണിവേഴ്സിറ്റികൾ ചില കോഴ്സസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ, മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ അപ്പോസ്റ്റലുള്ള ഡോക്യുമെന്റ്സ് ആണ് കൊടുക്കാൻ പറയുന്നത്. ഓസ്ട്രേലിയ വന്നിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് മൈൻഡൊക്കെ റെഡി ആയിട്ടിരിക്കുന്നവർ ഇപ്പോഴേ തന്നെ അപ്പോസ്റ്റലിന്റെ പരിപാടികൾ തുടങ്ങുക എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം. ചില യൂണിവേഴ്സിറ്റിയിൽ ചില കോഴ്സസിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിയുവാണെങ്കിൽ നമ്മൾ ഈ അപ്പോസ്റ്റലിന്റെ പരിപാടി ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ആൾക്കാർ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്സായിട്ടുണ്ടായിരിക്കും. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് വീഡിയോയുടെ അടിയിൽ വന്ന കമൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ഇടുക. അതിൻ്റെയുള്ള ആൻസേഴ്സ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലോ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സ്റ്റേ സേഫ്. ബൈ.